മാർവൽ അധികം ആർക്കും അറിയാത്ത ക്യാരക്ടേഴ്സിനൊക്കെ മൂവിയിൽ കൊണ്ട് നല്ല രീതിയിൽ പോപ്പുലർ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ പോപ്പുലാരിറ്റി കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ആ ക്യാരക്ടറിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സോ വെൽക്കം ടു ഡയറക്ഷൻ. ഏർലി 2000-ൽ ഏറ്റവും പോപ്പുലാരിറ്റി ഉണ്ടായ ക്യാരക്ടറായ ബാറ്റ്മാൻ്റെയും സ്പൈഡർമാൻ്റെയും ഒപ്പം തന്നെ അതേ പോപ്പുലാരിറ്റി ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ് ഹൾക്ക് എന്ന് പറയുന്നത്. ആ ഹൾക്കാണ് ഇപ്പോൾ മാർവൽ പീക്കിൽ നിൽക്കുന്ന ടൈമിൽ പോലും ഒരു സോളോ മൂവി ഇല്ലാതെ പോയത്. ആ ഹൾക്കാണ് മാർവലിൻ്റെ ഏറ്റവും വലിയൊരു മൂവി ഇറങ്ങിയപ്പോൾ അതിൽ സൈഡ് ക്യാരക്ടറായിട്ട് മാറിയത്. എൻഡ് ഗെയിമിൻ്റെ അവസാനം 3 പേരും മാർവലിൻ്റെ മെയിൻ ക്യാരക്ടറായ ക്യാപ്റ്റൻ അമേരിക്കയും അയൺ മാനും തോർ നിൽക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കേണ്ട ഒരു ക്യാരക്ടറായിരുന്നു ഹൾക്ക് എന്ന് പറയുന്നത്. പക്ഷേ ജസ്റ്റ് ഒരു സൈഡ് ലൈൻ പോലെ ആക്കി കളഞ്ഞ ക്യാരക്ടറിനെ. കാരണം ഒരു സമയത്ത് കോമിക്സിൽ പോലും മാർവലിൻ്റെ ഫേസ് ആയിരുന്നു ഹൾക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ. കിഡ്സിൻ്റെ ഇടയിലായാലും അഡൾട്ട്സിൻ്റെ അടുത്തായാലും അത്ര പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. കാരണം ഹൾക്കിന് അത്രയും ഡീപ്പായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ബ്രൂസ് ബാനർ എന്ന് പറയുന്ന ഒരു ജീനിയസും കാമായിട്ടുള്ളൊരു പേഴ്സൻ്റെ ഉള്ളിൽ ഹൾക്ക് എന്ന് പറയുന്നൊരു ന്യൂക്ലിയർ വെപ്പണെ തന്നെ കൊണ്ട് നടക്കുന്ന ആ ബ്രൂസ് ബാനറിനെയാണ് ഇപ്പോൾ കോമഡി പീസൊക്കെ ആയിട്ട് കാണിക്കുന്നത്. ആദ്യം ഒരു ഇതുണ്ടായിരുന്നു യൂണിവേഴ്സൽ സ്റ്റുഡിയോസിനാണ് ഹൾക്കിൻ്റെ റൈറ്റ്സ് എന്നുള്ള രീതിയിൽ. പക്ഷെ പിന്നീട് ഇപ്പോൾ ആ റൈറ്റ്സ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ മാർവലിൻ്റെ കയ്യിൽ തന്നെയാണ് ഹൾക്കിൻ്റെ റൈറ്റ് ഒക്കെ ഇരിക്കുന്നത്. സോ വൈ ദൈ ഡോണ്ട് മേക്ക് എ മൂവി അബൌട്ട് ദിസ് ക്യാരക്ടർ, ദിസ് പെർട്ടിക്കുലർ ബിഗ് ക്യാരക്ടർ? സീരിയസ്ലി ഇത്ര കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ, ഇത്ര പോപ്പുലർ ആകാൻ പറ്റുന്ന ഒരു ക്യാരക്ടറിനെ അവർ വെറുതെ ഒരു സൈഡ് ക്യാരക്ടറാക്കി വെച്ചിരിക്കുക. ഷീഹൾക്കിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയണില്ല, പറഞ്ഞാൽ കുറച്ച് കൂടി പോകും. മാർവലിൻ്റെ ഒരു സമയത്ത് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഹൾക്കിൻ്റെ ഒരു വേൾഡ് വാർ ഹൾക്ക് മൂവിയൊക്കെ വരുന്നു. അത് നമ്മുടെ ഷീഹൾക്ക് കണ്ടോടുകൂടി എനിക്ക് ആകെ പോയി. അതിനിപ്പോൾ അതിൻ്റെ ഒരു ചാൻസും ഉണ്ടെന്ന് തോന്നണില്ല. ഇനിയിപ്പോൾ ഹൾക്കിനെ രക്ഷിക്കാൻ ആകെ 2-3 വഴികളുള്ളൂ. അതിലൊന്നെന്ന് പറഞ്ഞാൽ ഹൾക്കിനെ ഒരു വില്ലനാക്കി മാറ്റാം. അതായത് മെയിൻ വില്ലനാക്കിയിട്ട് ഇപ്പോൾ RDJ ഒക്കെ തിരിച്ച് വില്ലനായിട്ട് വരണതോടുകൂടി ഡോക്ടർ ഡൂമിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു മൈസ്ട്രോ ഹൾക്കാക്കിയിട്ട് നമ്മുടെ മെയിൻ ടൈം ലൈനിലെ ഹൾക്കിനെ മാറ്റിയിട്ട് അങ്ങനെ വില്ലത്തരം ചെയ്ത് പിന്നെ ആൾക്ക് റിഡംഷൻ ആർക്ക് പോലെ വെച്ച് ആളൊരു പിന്നെയും ഹീറോ ആക്കി മാറ്റാം. അപ്പോൾ നഷ്ടപ്പെട്ട ഒരു റേജും കിട്ടും. മെയിൻ വില്ലനാകുമ്പോൾ പോയ ഒരു പോപ്പുലാരിറ്റിയും ആൾക്ക് തിരിച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ കോമിക്സിൽ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്, ദ ഇമ്മോർട്ടൽ ഹൾക്ക് എന്ന് പറഞ്ഞിട്ട്. ആ സ്റ്റോറി ലൈനിൽ ഹൾക്കിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്കെയറി മാസ്റ്റർ ആയിട്ടാണ്. അതുപോലെ തന്നെ മൂവിയിലേക്ക് അഡാപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ മൂന്നാമത്തെ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൾക്ക് ഹീറോ ആയിരിക്കുമ്പോൾ തന്നെ ഹൾക്കിനെ കൊന്നിട്ട് നമ്മൾ ഓഡിയൻസിനെ രക്ഷിക്കുക. അപ്പോൾ ഇതുപോലുള്ള കോപ്പറേറ്റുകളൊന്നും നമുക്ക് കാണേണ്ടി വരില്ല. സോ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, ബൈ.